ഹലോ, വൈകുന്നേരം ചെറിയൊരു മയക്കത്തിന് ശേഷം പുറത്തേക്കുള്ള വരവാട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് മുറ്റത്തോടൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. ഉച്ചവരെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടന്നപ്പോഴാണ് ഞാൻ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ എന്നാലോചിച്ചത്. അതിന് മുന്നേ നിങ്ങൾക്ക് ഈ കാലിലെയും കയ്യിലെയൊക്കെ ഹെയർസൊക്കെ റിമൂവ് ചെയ്യാൻ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? വാക്സിങ് തന്നെയല്ലേ? ഏറ്റവും നല്ല മെത്തേഡ് വാക്സിങ് തന്നെയാണ്. പക്ഷെ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിച്ചൊരു മെത്തേഡാണ് നമ്മുടെ ഹെയർ റിമൂവൽ പൗഡർ യൂസ് ചെയ്യുന്നത് കേട്ടോ. നാളെ എന്തായാലും ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നാളത്തേക്ക് ഒന്ന് മറ്റേ ഹെയർ റിമൂവൽ പൗഡർ യൂസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. ഞാൻ കണ്ടപ്പോൾ ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വാക്സിങ്ങിൻ്റെ ആളാണ്. വാക്സിങ്ങാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതും. പക്ഷേ ഇത് ഇപ്പം നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം, എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നറിയണമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ പൗഡർ ഇരിപ്പുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് സാധാ വെള്ളമാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള പൗഡർ എടുക്കാം. അത് മറ്റേ പരിപാടി കേട്ടോ. അപ്പം ഞാനിതിൻ്റെ സ്മെല്ല് ചെയ്തപ്പോഴേ നമ്മുടെ ഹെയർ സ്ട്രൈറ്റനിങ് ക്രീമിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നമുക്ക് ഇത് നോർമൽ വാട്ടറാണ്. നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഇതിന് നമുക്ക് കിട്ടേണ്ടത് ഒരു പേസ്റ്റ് രൂപത്തിലാട്ടോ. എന്തോ വൃത്തിയായിട്ട സ്മെല്ലാ. അപ്പോൾ ഒരു 15 മിനിറ്റാണ് ഇത് നമ്മുടെ കാലിലിരിക്കേണ്ട ടൈം. ആ 15 മിനിറ്റ് നമുക്കിത് കൂടെ ഉലാത്താം. അപ്പോൾ ഞാനൊരു തുണി നനച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് നനഞ്ഞ തുണി വെച്ചിട്ട് എടുത്ത് കളയാട്ടോ വേണ്ടത്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് കളയാം. എന്തോ വലിയൊരു രാസപ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു തരിപ്പ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. കുറച്ചൊരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേ എന്തായാലും ക്ലീനാണ്. അപ്പോൾ ഹെയർസൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെയർസൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ ക്രീമിന് ഭയങ്കര ആ ഒരു ഹെയർ സ്ട്രൈറ്റനിങ് ക്രീമിൻ്റെ ഭയങ്കര സ്മെല്ല്. അപ്പം ഞാനിത് ഞാനങ്ങനെ എപ്പോഴും യൂസ് ചെയ്യയില്ല. ഞാൻ വാക്സിങ് തന്നെയാണ് ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതും. അപ്പം പിന്നെ ഇതുപോലെയുള്ള അത്യാവശ്യ സമയങ്ങൾ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്തു, പിന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ചെയ്താട്ടോ. അപ്പം നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പം അതിപ്പം വാക്സിങ് ആയിക്കോട്ടെ, പിന്നെ ഏത് മെത്തേഡായാലും ലാസ്റ്റ് നമ്മുടെ മോയ്സ്ചറൈസർ നമ്മൾ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം ഗൈസ്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.